സമീപകാലത്തായി കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമകൾക്ക് പ്രേക്ഷകര് തിയേറ്ററുകളില് മികച്ച പ്രതികരണം നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കോമഡി ഉള്ളതുകൊണ്ട് മാത്രം ഒരു ചിത്രവും വിജയിക്കുന്നില്ല. അവതരണത്തില് എന്തെങ്കിലും പുതുമയും മികച്ച പാക്കേജിങ്ങും ഒക്കെ അതിന് പ്രധാനമാണ്. അത്തരത്തില് പ്രേക്ഷകശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ഭരതനാട്യം. സൈജു കുറുപ്പ് നായകനായി എത്തിയ ചിത്രം OTT റിലീസായതിനു പിന്നാലെയാണ് മലയാളികൾ ഏറ്റെടുത്തത്. പിന്നാലെ ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗം ആയ മോഹിനിയാട്ടവും എത്തി. ഈ സിനിമയും വൻ വിജയം നേടുകയും ചെയ്തു. ഇപ്പോഴിതാ മൂന്നാം വരവിന് ഒരുങ്ങിയിരിക്കുകയാണ് ഭരതനാട്യം ഫ്രാഞ്ചൈസി. ഇന്ന് ഫ്രാഞ്ചൈസിയുടെ സക്സസ് മീറ്റ് നടന്നിരുന്നു. ഇവിടെ വച്ചാണ് മൂന്നാം ഭാഗം അനൗൺസ് ചെയ്തത്. ഭരതനാട്യം 3 രാസലീല എന്നാണ് ചിത്രത്തിന്റെ പേര്. സായകുമാറും കലാരഞ്ജനിയും ചേർന്നായിരുന്നു പേര് അനൗൺസ് ചെയ്തത്. ഒരു ഹൊറർ കോമഡി ജോണറിലുള്ളതാകും സിനിമയെന്നാണ് വിവരം. മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഏറെ ആവേശത്തിലാണ് സിനിമാസ്വാദകര്. കണ്ടന്റ് കൊണ്ടും കൊമേഴ്സ്യൽ സെല്ലിംഗ് പോയിന്റ് കൊണ്ടും ഇതിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് സൈഡിൽ ആണെന്നത് ഉറപ്പാണെന്നും വലിയൊരു ഹിറ്റായി പടം മാറുമെന്നുമാണ് സിനിമാ പ്രേമികള് പറയുന്നത്. കൃഷ്ണദാസ് മുരളി തന്നെയാണ് മൂന്നാം ഭാഗത്തിന്റെയും രചയിതാവും സംവിധായകനും. തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ എന്നിവരാണ്.